നമ്മുടെ കയ്യിലെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഞാൻ ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 3 വർഷമൊക്കെ ആയി ഉണ്ടാവും കേട്ടോ. ഈ ചെടി നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് നമ്മൾ താഴത്ത് നടാത്തത് ഹൈറ്റ് കൂടുതൽ പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതിനിടയ്ക്കിടയ്ക്ക് ഇത് കായ കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു കായ കാണാനുള്ളൂ. നമ്മളിതിന് അത്ര വലിയ ശ്രദ്ധ കൊടുക്കാറില്ല. ഇതിന് കണ്ട എന്തൊരു കേടുണ്ട്, ശരിക്കും റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ കായ കാണുക. ഇതിനെന്തൊരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ കണ്ടു ചെറിയ കായ കണ്ടോ, ഇത് അതിൻ്റെ ഒരു കായയാണ്. അങ്ങനെ കായകൾ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മഴ വന്നാൽ പൂവൊക്കെ കൊഴിയും. ഇനി ഇതിൻ്റെ പൂവിന് ഭയങ്കര മണമാണ്. ഈ കല്യാണ സുഗന്ധത്തിൻ്റെ പൂ പോലെയാണ് ഇതിൻ്റെ സുഗന്ധം. പിന്നെ നമുക്ക് താഴത്ത് വേണമെങ്കിൽ നടാം. സാധാരണ നമ്മൾ മറ്റെല്ലാ ഇതിനും ചെയ്യണ പോലെ ഇച്ചിരി ചാണകപ്പൊടിയും വേപ്പ് പിണ്ണാക്കും പിന്നെ കുറച്ച് എല്ലുപൊടിയൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വർഷത്തിൽ ചട്ടിയിലായ കാരണം കേട്ടോ, വർഷത്തിൽ നമ്മളൊന്ന് ഇളക്കി ചെയ്ത് കൊടുത്താൽ പൂക്കളുണ്ടാവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കായ ഉണ്ടാവും. നിറച്ചൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാലും നമുക്ക് അത്യാവശ്യത്തിന്. പിന്നെ ഇപ്പോൾ അത് ഒരു അലങ്കാര ചെടി പോലെയല്ലേ, നിറച്ച് നമുക്ക് കായ അങ്ങനെ തിന്നാനൊന്നല്ലല്ലോ. പിന്നെ ഇതിൻ്റെ കായ ഈ പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ, അതായത് മിറാക്കിൾ ഫ്രൂട്ട് തന്നെയാണ്. അത് കഴിച്ചിട്ട് കയ്പയ്ക്ക ഏത് കഴിച്ചാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റൊന്നും ഫീൽ ചെയ്യില്ല. ഇരുമ്പാമ്പുളിയോ അല്ലെങ്കിൽ എന്ത് പുളിയുള്ളതോ കയ്പുള്ളതോ ഒന്നും ഫീൽ ചെയ്യില്ല. ഒരു മധുരം തന്നെയാണ് നമ്മുടെ നാവിൽ നിൽക്കുക. പിന്നെ ഇതിന് വേറെ വലിയ പരിചരണമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് ഇതിൻ്റെ ഹൈറ്റ് പോണ കൊമ്പൊക്കെ ഒന്ന് വെട്ടി കൊടുക്കും. അപ്പോൾ ഒന്നും കൂടി അത് പന്തലിച്ചിട്ട് അങ്ങനെ നിൽക്കും. അപ്പോൾ ഇതുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ പൂവിൻ്റെ സുഗന്ധമാണ് എനിക്ക് ഇന്നൊരു അത്ഭുതമായിട്ട് തോന്നിയത്. മറ്റു കായൊക്കെ നമുക്കുണ്ടായി കാണാറുണ്ട്. അപ്പോൾ അത് ഈ ചെടിയുള്ളവർ ഈ പൂ വിരിയുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇതാണ് ഇതിൻ്റെ വിരിഞ്ഞ പൂവ്, കാണാനുണ്ടോ? കണ്ട വിരിഞ്ഞ പൂവ് കണ്ട ഇങ്ങനെ നിൽക്കും. ഇതൊക്കെ അതിൻ്റെ മുട്ടുകളാണ്. ഇതൊക്കെ മുട്ടുകളാണ്. ഇങ്ങനെയാണ് ഇത്. ഈ വിരിഞ്ഞ പൂവിൻ്റെ അടുത്ത് പോയി മണത്താൽ നല്ല സുഗന്ധമുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേ.